ഉള്ളത് വെച്ചാൽ കുറ്റിപ്പുറം പിന്നെ എന്താ പറയുക കാഞ്ഞിരക്കുറ്റി എന്ന സ്ഥലത്താണ്. ഇവിടെ സോപ്പ് ഉണ്ടാക്കുന്നൊരു വീടാണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ്. അപ്പോൾ ഞാൻ ഫ്രണ്ടിനെ ഒന്ന് വിളിച്ചു നോക്കാം കേട്ടോ. എല്ലടിച്ചിട്ടുണ്ട്. ഹായ്. അപ്പോൾ ഇതാണ് സുനിതാത്ത കേട്ടോ. സുനിതാത്തൊരു സംഭവമാണ്, സോപ്പ് ഉണ്ടാക്കാൻ കാണാൻ വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സോപ്പ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. എന്നതാക്കണം ഞാൻ ഇവിടെ വിലക്ക് ചെയ്ത് ഞാൻ കൊണ്ടുപോകണു. അപ്പോൾ നിങ്ങൾ വന്നോളി, ബാക്കിയുള്ളതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, ബാക്കി കാണിക്കാം. അപ്പോൾ ഇത്ര പറയാനുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പോകുന്നത് ഞങ്ങൾ സോപ്പ് ഉണ്ടാക്കുന്നതാണ് കാണാൻ പോകുന്നത്. ഞാൻ ഇങ്ങോട്ട് അതിനായിട്ട് വന്നതാണ്. അപ്പോൾ സുൽത്താത്ത സോപ്പൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ? ബ്രേക്ക്, ബാക്കി കാണാം. അപ്പോൾ ഇപ്പോൾ സോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾ കാണാൻ പോകണുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഈ സോപ്പ് ഉണ്ടാക്കാൻ കുറച്ച് എൻട്രികളുണ്ടല്ലോ. ഇതൊക്കെ ഉണ്ട്. ഇതാണ് എന്താ പറയുക, എന്താ ശംഖുപുഷ്പം. സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്, തുളസിൻ്റെ ഉണ്ട്. ഇതൊക്കെ ഫുള്ള് മൂപ്പത്തേര് നല്ല നാച്ചുറൽ സാധനങ്ങൾ കേട്ടോ, ഒന്നും കെമിക്കലൊന്നും. ഞാൻ ഇപ്പോൾ ജൈവമായിട്ട് കണ്ടതാണ്. ഈ സാധനങ്ങളൊക്കെ എല്ലാം എന്താ പറയുക പന്തലൊക്കെ വെച്ച് നല്ലത്. അതുപോലെ ഒരുപാട് സാധനങ്ങളാണ്. ഇതൊക്കെ ഇതൊക്കെ മൂപ്പത്തേര് നടത്തുക. പിന്നെ ഇതൊക്കെ എന്തൊക്കെ എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല. എല്ലാം ജ്യൂസ് അടിച്ച് ഒക്കെ ഇതാക്കിയിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് തുളസി കൃഷ്ണ തുളസി ഉണ്ട്. കണ്ടോ, കൃഷ്ണ തുളസി. പിന്നെ ആര്യവേപ്പല്ലേ, ആര്യവേപ്പ്. ക്യാമറ തുളസി, ശംഖുപുഷ്പം. വെള്ളം ഉണ്ടായിരുന്നവിടെ ശംഖുപുഷ്പം. ഇതൊരു ശംഖുപുഷ്പമാണ്, വൈറ്റ് ശംഖുപുഷ്പമാണ് കേട്ടോ. പൂവുണ്ട്, ഞാൻ പൊട്ടിച്ചതാ. വൈറ്റ് ശംഖുപുഷ്പം. ഇതല്ല, ഇതാണ് കേട്ടോ ആളിതാണ്, സോപ്പ് ഉണ്ടാക്കുന്ന ആളിതാണ്. അപ്പോൾ സോപ്പിൻ്റെ ബേക്കറി കാണാം. ഇതിപ്പോൾ ആദ്യം ഈ സോപ്പിന് ഉണ്ടാക്കുന്ന സാധനങ്ങൾ കാണിക്കണ്ടേ, എന്തൊക്കെയാണ് ചേർക്കുന്നത്. അതാണ് പ്രകൃതിയിലെ എല്ലാ സാധനവും നട്ട് പിടിപ്പിച്ച് ഉണ്ടാക്കിയ ഒരാളാണ് ഈ ഉണ്ടാക്കിയ ആളാണ് ഈ താത്ത സുലു. കുറ്റിപ്പുറം എന്താണ് കുറ്റിപ്പുറം എന്താ ഇവിടുത്തെ പറയാ, കാഞ്ഞിരക്കുറ്റി. ഓക്കെ, എൻ്റെ ഫ്രണ്ടാണ്, പാട്ടേരത്തിയൊക്കെയാണ്. അപ്പോൾ ഇനി ലൈവായിട്ട് കാണിക്കാനുള്ള സോപ്പുകൾ ഒരുപാടുണ്ട്. അത് നിങ്ങൾക്ക് ഉണ്ടാക്കുമെന്ന് കാണിച്ചു തരാം, ഉണ്ടാക്കി കഴിഞ്ഞ് സെറ്റായിട്ടും കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾക്ക് അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഞാൻ ചിലപ്പോൾ തേച്ചിട്ട് എൻ്റെ മുഖത്ത് തേച്ചിട്ട് ഞങ്ങൾ കാണിച്ചു തരുന്നത്. ഇന്നല്ല കേട്ടോ കാണിച്ചു തരുന്നത്, എൻ്റെ വീട്ടിൽ പോയിട്ട്. കലപ്പ് ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നതാണ്. നല്ല സോഫ്റ്റ് ആവും, നമ്മളെ നല്ല ഡ്രൈ ആവില്ല, നല്ലതുണ്ടാവും അല്ലേ. നല്ല ഞാൻ ലൈവായിട്ട് കണ്ടോണ്ട് പറഞ്ഞിട്ട്. ഞാൻ പച്ചമഞ്ഞളൊക്കെ നമ്മളെ സ്കിന്നിന് നല്ലതാണ്. അലർജി കാര്യങ്ങൾ കൊതുകൊണ്ട് അതൊന്നും ഉണ്ടാവില്ല, അലർജി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. റീച്ച് കിട്ടാനോ ഒന്നുമല്ല, നല്ല കുട്ടികൾക്ക് വരെ തേച്ച് കുടിക്കട്ടോ, അതൊക്കെ എല്ലാം നല്ലതാണ്. കാരണം ഒരു തേങ്ങാപ്പാലിന്റെ സോപ്പും തന്നെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ തേച്ച് കുടിക്കാം. നമ്മളിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സോപ്പിനും കാട്ടി നല്ലതാണ്. അപ്പോൾ വേഗം വന്നോളി. പിന്നെന്താ പറയുക, കുറ്റിപ്പുറ തങ്ങൾപ്പടി കാഞ്ഞിരക്കുറ്റി സുനിതാത്താൻ്റെ വീട്ടിലേക്ക്. അപ്പം നമ്പർ ഇത് തന്നിട്ടില്ല. ആദ്യം നിങ്ങൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഇത് കാണും, കണ്ടിട്ട് ഈ സോപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് തരണം. ഇനി സോപ്പൊക്കെ വേണമെങ്കിൽ ഞാൻ സുനിതാത്താനെ കൂടെ മുഖം കഴിപ്പിച്ച് കാണിച്ചു തരാം. എൻ്റെ മുഖം കഴിക്കാപ്പോൾ അത് പിന്നെ ഭംഗിയൊക്കെ പോകും, മേക്കപ്പ് പോകും. അതുകൊണ്ട് ഞാൻ സുനിതാത്താനെ കൂടെ ചെയ്യിപ്പിച്ച് നിങ്ങൾക്ക് മുഖം കാണിപ്പിച്ച് തരുന്നു. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമുക്ക് കിച്ചണിൽ പോയിട്ട് ബാക്കി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ പിന്നീട് വരാം. ഇത് കാണിച്ചു കൊടുത്താൽ അത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് പ്രോഗ്രാം കാണിച്ചു തരാം. ഹായ് ഗേയ്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്കാണ്. ഇത് കുറ്റിപ്പുറം ഞാൻ വരുന്ന ചേച്ചീൻ്റെ വീട്ടിൽ വരുന്ന ചേച്ചിയാണ് യമുന, നാടൻ പാട്ടൊക്കെ പാടുന്ന. ഇതും പാട്ടേരി തന്നെയാണ്. ഇവർ സുൽത്താത്ത സുലു. അപ്പോൾ ഇവിടെ വന്നത് എന്തിനാന്ന് വെച്ചാൽ ഇവർ സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്. നല്ല നല്ല മണമുണ്ട്, ഒരു കെമിക്കലൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി സോപ്പാണ്. ഞാൻ 4 സോപ്പ് വാങ്ങി. അതിൽ ഒന്നേ ഉപയോഗിച്ച് തേങ്ങാപ്പാലിൻ്റെ, ഒന്ന് ഫേസ് വാഷിൻ്റെ അതിലേക്ക് ഉപയോഗിക്കുന്ന നല്ല നമ്മുടെ മുഖത്തൊക്കെ എന്താ വെച്ചാൽ നല്ല ഗ്ലോ ഒക്കെ വരുന്ന നല്ല സോപ്പ്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, യൂസ് ചെയ്യും. നല്ല സോപ്പ് ആയതുകൊണ്ട് മാത്രമാണ്. ഇപ്പം എനിക്ക് ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഈ സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ നിങ്ങൾക്ക് ലൈവായിട്ട് വരുന്ന സോപ്പ് ഉണ്ടാക്കുന്നതും കാണാം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി എൻ്റെ PM വന്നിട്ട്. അപ്പോൾ നമുക്ക് ഈ സുനിതാത്ത നിങ്ങളോട് പറയും കാര്യങ്ങൾ. എന്താ സുനിതാത്ത സോപ്പിനെ പറ്റി എന്തൊക്കെ പറയാനുള്ളത്? സോപ്പ് നാച്ചുറൽ ആണ്, ഹോംമെയ്ഡ് സോപ്പാണ്, കെമിക്കലൊന്നുമില്ല. പിന്നെ ലൈവായിട്ട് വേണമെങ്കിൽ നമ്മൾ സംശയമുള്ളവർക്കൊക്കെ കാണിച്ചു കൊടുക്കാറുണ്ട്.
പിന്നെ ലൈനിന്റെ സ്ഥിരം സോപ്പ് തേക്കുന്നവർക്ക് ഒരു സംശയം കാര്യങ്ങളൊന്നുമില്ല. പപ്പായ സോപ്പ് ഉണ്ടാക്കാം, പപ്പായ ഇപ്പൊ കാണിച്ചു തന്നില്ലേ, പൊടിയും കാര്യങ്ങളൊന്നുമില്ല, കാരണം ഒക്കെ നാച്ചുറൽ ആണ് അരച്ചിട്ടുണ്ടാക്കുന്നത്. സ്ഥിരമായിട്ട് ഞങ്ങളൊക്കെ വാങ്ങിക്കാം. എല്ലാവരും ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് എനിക്ക്. അവര് മാസം മാസം ഓർഡർ പ്രകാരം ഞാൻ എത്തിച്ചു കൊടുക്കാറുണ്ട്, കൊറിയർ അയക്കാറുണ്ട്. അപ്പൊ ഓക്കെ, സ്ഥലം കുറ്റിപ്പുറം കാഞ്ഞിരക്കുറ്റി ആട്ടോ. കാഞ്ഞിരക്കുറ്റി ഞാൻ ഇപ്പോൾ ഉള്ളതും കാഞ്ഞിരക്കുറ്റിയാണ്. അപ്പോൾ ഓക്കെ, ബാക്കിയുള്ളതൊക്കെ ലൈവായിട്ട് ഇങ്ങനെ കാണിക്കാം. അപ്പോൾ ഓക്കെ, ബൈ. ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളാണ് നമ്മളെ വളർത്തുന്നത്. ഓക്കെ, ബൈ. അപ്പോൾ ഇതായിട്ട് സോപ്പ് ഉണ്ടാക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ ഇതെന്താ പറയുക, തുളസി സോപ്പ് ഉണ്ടാക്കുന്നത്. തുളസിൻ്റെ സോപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു ഇത് ഇട്ടിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് വാങ്ങും ചെയ്യാം. ഓക്കെ, ആലവറയിൽ അരച്ചതാണിത്. സോപ്പ് ഉണ്ടാക്കുന്നവരെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് മായം ചേർക്കാത്ത നല്ല സോപ്പ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സോപ്പൊക്കെ കാരം ഇതൊക്കെ ഉണ്ടാവുമല്ലോ. ഗ്ലിസറിന്റെ ബേസ് ആട്ടോ, അതിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ പറഞ്ഞോളൂ, സംസാരിച്ചോളൂ. ഗ്ലിസറിന്റെ ബേസിലാണ് ഈ സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഞമ്മള് ഇതിൽ അലവരയില് തുളസി അരച്ചിട്ടാണ് ഒരു ഇവർക്ക് കാണാൻ വേണ്ടിട്ട് തുളസി ഉണ്ടാക്കുന്നത്. തൽക്കാലം ഞാൻ തുളസിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് പച്ചമഞ്ഞൾ, ആര്യവേപ്പ്, ഏത് സോപ്പ കണ്ടിച്ചാൽ അതൊക്കെ ഉണ്ടാക്കാം. ഈ പറഞ്ഞ സോപ്പ് ഞാൻ 3 വാങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ ഫേസ് വാഷ് ഒക്കെ നമ്മൾ 300-400 രൂപ കൊടുത്ത് ഞാൻ വാങ്ങാറുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചാൽ മതി, മുഖത്തിൻ്റെ കരിമങ്ങൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നുണ്ട്. ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഞാൻ വീട്ടിൽ പോയിട്ട് യൂസ് ചെയ്യാച്ചിട്ടാണ്. ഞാൻ വാങ്ങിക്കേണ്ട അതാണ്. ഞാൻ ഒരു സോപ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ട്, തേങ്ങാപ്പാൽ ഉണ്ടാക്കിയ സോപ്പ് ഞാൻ വാങ്ങിയിട്ട്, നല്ല സോപ്പാണ്. അപ്പോൾ എല്ലാവരും അഭിപ്രായം പറഞ്ഞു. അതാണ് ഉണ്ടാക്കുന്ന ആൾ ഇതാട്ടോ. ഇവരുടെ പേര് സുലു എന്നാണ്. ഇവിടെ കുറ്റിപ്പുറത്താണുള്ളത്. അതെ അതെ. അപ്പോൾ സുലുത്ത നമുക്ക് ഇത് കാണിച്ചു തരുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് പറയാമല്ലോ, കമൻറ്റിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളും ഞാൻ വിട്ടു തരുന്നു. അതായത് സോപ്പിൻ്റെ ആ സാധനം ഇതാക്കണം. അതിൽ തുളസിൻ്റെ ലൈവായിട്ട് കളറും കാര്യങ്ങളൊന്നും ഇല്ല, ലൈവായിട്ടാണ് ഇത് ഇടുന്നത്. കണ്ടോ, ഇതിപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോഴേ സോപ്പൊക്കെ 30 ഉണ്ടാക്കിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം കൊണ്ട് എനിക്ക് വേണ്ടിയും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കാണാൻ വേണ്ടി ഉണ്ടാക്കുകയാണ്. ഒരു 2 സോപ്പിൻ്റെ ഒരു മിക്സറാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇതുണ്ടോ, ലൈവായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാലോ, നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഭയങ്കര ഇതേക്കാരം. ഇതെന്താ ഷെയ്ത്തെണ്ണ? അപ്പൊ ഷെയ്ത്തെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതാണ് അതിന്റെ ഇതല്ലേ, തുളസി സോപ്പ്. പിന്നെ ബാലൻസ് ആണ് നമുക്ക് വീട്ടില് നീ ഇത് ആയി വരുമ്പോ ഇങ്ങനെ ഈ അച്ഛനായിട്ട് അപ്പൊ ഈ ആകൃതിയില വരിക. ഇത് പിന്നെ അലവര അരച്ചാട്ടോ. പച്ചമഞ്ഞൾ, ആര്യവേപ്പും, പച്ചമഞ്ഞൾ നന്നാക്കി വെച്ചാണ്. ഇത് ആര്യവേപ്പും ഉള്ള സോപ്പാണ്. അതിലാണ് ഒലിവ് ഓയിൽ ആഡ് ചെയ്യുക. അത് വേറെ സോപ്പിനാണല്ലേ ഉണ്ടാക്കി വെച്ച്. അപ്പൊ ഇതിന് പാർന്ന് ഇതാക്കിച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ഉണ്ടാക്കിച്ച സോപ്പ് വേറെ ഉണ്ട്. ഇത് സെറ്റ് ആയാല് നമുക്ക് പിന്നെയും കാണും ചെയ്യും. പപ്പായ സോപ്പ് ഉണ്ടാക്കും. പപ്പായ കൊണ്ട് ഇതൊക്കെ നല്ലതാണ്. നമ്മൾ കഴിക്കുന്ന പപ്പായൻ്റെ ആ സോപ്പ് ഉണ്ടാക്കും. അങ്ങനെ ഒരുപാട് സോപ്പുണ്ട്. ഞാൻ തേങ്ങാപ്പാൽ സോപ്പ് ഞാൻ ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കുഴപ്പമില്ല, നല്ല സോപ്പാണ്, നല്ല പതയുണ്ട്, നല്ല ഇതാണ്. ഇനിയിപ്പോൾ ഞാൻ വാങ്ങിയതും നമ്മൾ ഫേസ് വാഷ് ഒക്കെ ഉപയോഗിക്കുന്ന പതിലേക്ക് തേക്കാനുള്ള സോപ്പുമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ. ഇനി നെക്സ്റ്റ് ഉള്ളത് നമുക്ക് കാണിച്ചു തരാം. അയ്യവ ഉണ്ടാക്കിയ സോപ്പ് ഇതാണ്, കണ്ടോളി. ഇതെന്താ എന്താ തേങ്ങാപ്പാല? ഇത് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയ സോപ്പാണ്. ഇതെന്തൊക്കെ പറഞ്ഞാണ്? ഇത് പിന്നെ അലോവേര, തുളസിയും കൂടി. ഇതെന്താ അലോവേര ജെല്ല് നല്ലതാണല്ലേ? അലോവേര. പിന്നെ ഇത് പച്ചമഞ്ഞൾ, ആര്യവേപ്പ്, ഒലിവ് ഓയിൽ. ഇതാണ് ഞാൻ വാങ്ങിയത് ഫേസ് വാഷിന്, നല്ലതാണ് പറഞ്ഞിട്ട്. ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഇപ്പൊ നിങ്ങൾ കണ്ടില്ല, ശംഖുപുഷ്പം. ഇത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പൊ ഇത് 37 ഉണ്ടാക്കിയ സോപ്പ് നിങ്ങൾക്ക് കാണിച്ചു തന്നാണ്. എനിക്കിത് ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത്. ലൈവായിട്ട് കാണാൻ വന്ന സോപ്പാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ആ സാധനം തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ മായങ്ങളൊന്നുമില്ല, നല്ല സോപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും ഈ സോപ്പ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങളൊക്കെ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ടും നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റ് ചെയ്യുക, കമൻറ്റിലും പറയാം. അങ്ങനെ നമ്പർ വേണമെങ്കിൽ നമ്പറും തരണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി കോൺടാക്ട് ചെയ്യുക. ഇനി ഇത് നമ്മൾ എപ്പോഴത് കാണാം?
ഇതിപ്പോ അരമണിക്കൂർ കൊണ്ട് സെറ്റ് ആവും. അപ്പോൾ ഇത് അരമണിക്കൂർ കൊണ്ട് സെറ്റ് ആയിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഓക്കെ, ബാക്കി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സോപ്പ് മാത്രമല്ല കേട്ടോ, താത്ത സോപ്പിൻ്റെ ആളല്ല, സോപ്പ് ഉണ്ടാക്കി പഠിച്ചതുകൊണ്ട് ആണ് സോപ്പ് ഉണ്ടാക്കുന്നത്. പക്ഷെ പാട്ടുകാരത്തി കേട്ടോ, നല്ലൊരു സിംഗറാണ്. അപ്പോൾ നമ്മൾ ഒരു പാട്ട് പാടി കൊടുത്താലോ? സോപ്പ് അവിടെ ഉണ്ടായിക്കോട്ടെ, നമുക്ക് പാട്ട് പാടി കൊടുത്താലോ? അപ്പോൾ ഒരു പാട്ട് കേൾക്കട്ടോ. 2 വരി പാടാം. 2 വരി പാടും. ആനന്ദ പൊന്മലരെ വാവാ, നിന്റെ ആനന്ദം കൊണ്ടെനിക്ക് പോവാ, മനസ്സം വെന്ത് വെന്ത് നേറി, ഒരു മാതിരി സംശയങ്ങൾ മാറി. ആനന്ദ പൊന്മലരെ വാവാ, കാനനത്തിൻ്റെ ചിബിരിയില് കണ്ട് കായം പിളർന്ന യാരസാലേ, കാനനത്തിൻ്റെ ചിബിരിയില് കണ്ട് കായം പിളർന്ന യാരസാലേ, മനസ്സം വെന്ത് വെന്ത് നീറി, ഒരു മാതിരി സംശയങ്ങൾ മാറി. മനസ്സം വെന്ത് വെന്ത് നീറി, ഒരു മാതിരി സംശയങ്ങൾ മാറി മാറി. ആനന്ദ പൊന്മലരെ വാവാ. വെരി ഗുഡ്, സൂപ്പർ, നല്ല സൗണ്ടാണ്. മൈക്ക് അവിടെ ഉണ്ട്, മൈക്ക് എടുത്തിട്ടില്ല, മൈക്ക് വേണ്ടത് മുപ്പത്തിരി പറഞ്ഞുകൊണ്ടാണ്. എന്നാലും നന്നായിട്ട് പാടും. അതിലുപരി പാട്ട് അനുസരിച്ച് അതിലേറെയാണ് ഈ സോപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. അത് മറക്കരുത്. ആ സോപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ആ സോപ്പ് നിങ്ങൾ വാങ്ങണം, എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയട്ടെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ. പിന്നെ ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ ഫ്രണ്ടാണ്, അതും പാട്ടുകാരത്തെയാണ്, അതും നിങ്ങൾക്ക് കാണാം. ഓക്കെ. അപ്പോൾ നേരത്തെ വീഡിയോ എടുത്തുന്നത് ഇതാണ് കുറ്റിപ്പുറ യമുനേച്ചി, എൻ്റെ ഫ്രണ്ടാണ്. ഇവരെ വീട്ടിൽ ഞാൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവരെ പാട്ട് കേൾക്കണ്ടേ? ഇവരെ നാടൻ പാട്ടും പാടും, നല്ല ഹിന്ദി സോങ്ങും പാടും, നല്ല പാട്ടുകാരത്തിയാണ്. അപ്പോൾ പാട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. 2 വരി പാടിയാലോ? ഏതാ പാട്ട് പാടാൻ ഉദ്ദേശിച്ചത്? നാടൻ പാട്ടിൻ്റെ 2 വരി പാടാം. എന്നാൽ അവർക്ക് പാടി കൊടുക്കും 2 വരി. ഉറക്കനെ പാടിക്കോളി. കരിയൊത്തൊരുമയഴക് നീലമിഴിയഴക്, കരിയൊത്തൊരുമയഴക് നീലമിഴിയഴക്, നല്ല മാൻമിഴിച്ചേലിനാലേ കണ്ണാരം ചാർത്തണിട്ട അമ്മ ചന്തത്തിൻ ചേലിനാലേ കാവ് തെളിയണിട്ട. ആടാട് ആടാട് ആടാടാടാട്, ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ, ആടാട് ആടാട് ആടാടാടാട്, ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. കരിയൊത്തൊരുമയഴക് നീലമിഴിയഴക്, കരിയൊത്തൊരുമയഴക് നീലമിഴിയഴക്, നല്ല മാൻമിഴിച്ചേലിനാലേ കണ്ണാരം ചാർത്തണിട്ട അമ്മ ചന്തത്തിൻ ചേലിനാലേ കാവ് തെളിയണിട്ട. ആടാട് ആടാട് ആടാടാടാട്, ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. സൂപ്പർ സൂപ്പർ, വെരി ഗുഡ്. ഇങ്ങനെ നല്ല നല്ല പാട്ട് പാടുന്നതാണ്. മൈക്ക് ഇല്ലാതെ പാടുന്നത്. മൈക്കും അതിൻ്റെ കാര്യമൊക്കെ കിടുമ്പോൾ പിന്നെ പറയാനുണ്ടോ, പൊളിക്കും. അപ്പോൾ ഇവരൊക്കെ നല്ല കലാകാരന്മാരാണ്. ഇവരെ കൂടെ ഞാൻ കഴിഞ്ഞ മാസം നിങ്ങൾക്കറിയില്ല, ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇവരെ കൂടെ ഞാൻ ആടാട് പറഞ്ഞ സോങ് ചെയ്തതും ഡാൻസും അതുപോലെ കോമഡി ഷോ ഒക്കെ. അപ്പോൾ ആ ആടാട് പാട്ടിൽ ഡാൻസ് ചെയ്ത് ഞാനാണ്, ഇവരാണ് ആ പാടിയത്. അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ കാണണം. ഇവർക്ക് വേണ്ടി, എനിക്ക് വേണ്ടില്ല, ഇവർക്ക് വേണ്ടി അത് കണ്ട് സബ്സ്ക്രൈബ്, ലൈക്കും കമൻറ്റൊക്കെ തരണം. പിന്നെ അതിലുപരി വീണ്ടും ഞാൻ പറയുന്നു, സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ആ സോപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ സോപ്പിന് നിങ്ങൾ എന്നെ അറിയിക്കണം. പിന്നെ ഇവർ പാട്ട് കേട്ടിട്ട് നിങ്ങൾ എന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ അവരെയും ഇതിൽ ഉൾപ്പെടുത്തണം. ഇത്ര പറയാനുള്ളല്ലോ. ഓക്കെ. അപ്പോൾ നമ്മൾ സോപ്പൊക്കെ മിക്സാക്കി അതിൽ പാടുന്നൊക്കെ കണ്ടിട്ട് നമ്മൾ പുറത്ത് പോയത് പാട്ട് പാടാൻ. പാട്ടൊക്കെ പാടി വന്നപ്പോൾ സോപ്പ് കൂടി സെറ്റായി നല്ല കാണാൻ പോയിക്കൂടി. 2 സോപ്പ് പാർന്ന് വെച്ചിട്ടുള്ളൂ കേട്ടോ, കാണാൻ തുളസിയാണ്. അങ്ങോട്ട് ഇതിൽ നമ്മളെ ഒലിവ് ഓയിൽ ചേർത്തിട്ടുണ്ട്, അതാണ് അങ്ങനെ മിനുസം. എന്ത് ഭംഗിയല്ലേ.
ഇതിൽ ഇത് കളർ ഉണങ്ങാണ്ടാവൂലേ? ഇല്ല, ഇത് ഇനി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് പൊതിയാം. വേറെ കുഴപ്പമൊന്നുമില്ല. അടിപൊളി. ഓക്കെ. ഇനി അതിങ്ങനെ കവറിൽ പാക്ക് ചെയ്യും. അപ്പോൾ കണ്ടില്ലേ, സോപ്പൊക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയത്. അരമണിക്കൂർ കൊണ്ട് ഞങ്ങൾ പാട്ടും പാടി ഉള്ള പ്രകൃതിയിലൊക്കെ പോയി ഷൂട്ടും ചെയ്ത് കഴിഞ്ഞു ഒരു സോപ്പ് ഇടായി. അതാണ്. അപ്പോൾ സുൽത്താത്ത ഉണ്ടാക്കിയ സോപ്പുകൾ കണ്ടു. സുൽത്താത്തക്ക് വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. സുൽത്താത്ത സോപ്പുകൾ വാങ്ങണം. എൻ്റെ നമ്പർ പബ്ലിക് ആയതുകൊണ്ട് നിങ്ങൾ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വിളിച്ചാൽ ഞാൻ സുൽത്താത്താനായിട്ടും കണക്ട് ചെയ്യാം. ഇതൊക്കെ ആദ്യം ഉണ്ടാക്കി വെച്ച സോപ്പാട്ടോ. ഇതൊക്കെ ഉണ്ടാക്കി വെച്ച സോപ്പാണ് ഇത്. വെച്ചാണ്. ഇതെന്താ സന്തോഷം? ഇതെന്താ സാധനം? ഹെയർ ഓയിൽ. അതെന്താ സംഭവം? ഇത് ഹെയർ ഓയിൽ. ഇതിൽ നമ്മൾ താരന് ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടാവില്ലേ, മലമുടിന്റെ ഉള്ളിൽ ഓട്ടിലുണ്ടാവുന്ന കുരുക്കൾ, അതൊക്കെ മാറി തലക്കുള്ള ചൊറിച്ചിൽ നല്ല മാറും. തലയുടെ ചൊറിച്ചിൽ മാറും. പിന്നെ മുടി വളരാനും സഹായിക്കുന്ന, മുടി വളരാനും നമ്മൾ തലയിൽ താരനും കാര്യങ്ങളൊക്കെ പോകുന്ന നല്ല മുഖത്തിൽ ഉണ്ടാക്കുന്ന സാധനമായിട്ടത്. നല്ല നാച്ചുറലാണ്, കെമിക്കൽ ഇല്ല, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഓക്കെ. പിന്നെ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ചെയ്യാൻ മറന്നു. ഓക്കെ. നിങ്ങൾക്ക് പിന്നെ എങ്ങനെ വേണമെങ്കിൽ കൊറിയറും അവർ അയച്ചു തരും. ഓക്കെ. അപ്പോൾ എൻ്റെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, മറക്കാതെ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്. ഓക്കെ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.